ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ ഇത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിയത് തന്ത്രിയുടെ സഹായിയായിട്ടാണ്, അല്ലെങ്കിൽ തന്ത്രിയുടെ മറ പറ്റിയാണ് എന്ന ആരോപണം വരുന്നു. അതിന് മറ്റു പല ബോൽബലകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. വാജിവാഹനം എപ്പോഴാണ് തന്ത്രി കൊണ്ടുപോയത് എന്ന ചോദ്യം വരുന്നു. പല കാര്യങ്ങൾ ഈ 2019 കാലത്ത് മാത്രമല്ല, അതിനു മുമ്പും ചില കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മാർക്കറ്റിലോ മറ്റു മാർക്കറ്റുകളിലോ അതല്ലെങ്കിൽ ആളുകളുടെ വീടുകളിലോ കോടീശ്വരന്മാരുടെ പക്കലോ ഒക്കെ കൊടുത്തിട്ടുണ്ടാകാമെന്ന സംശയം വരുന്നു. അപ്പൊ ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇത് ലാസ്റ്റ് സ്വന്തം കാലിലേക്ക് വെടിവെച്ച പോലെ ആവുമോ? എൻ്റെ അഭിലാഷ്, ഈ 2019 കേരള സർക്കാരിന് കീഴിലുള്ള ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും ഈ പോറ്റിക്ക് സ്വർണം വീണ്ടും പൂശാനുള്ള അനുമതി കൊടുത്തത്. അവിടെ തൊട്ടാണല്ലോ ഈ തട്ടിപ്പിൻ്റെ സകല തുടക്കവും. പിന്നെ ഈ പറഞ്ഞ ശബരിമല ദേവസ്വത്തിനകത്ത്, സർക്കാരിനകത്ത്, ശബരിമല ക്ഷേത്രത്തിനകത്തൊക്കെ ഉരുണ്ട് പരണ്ട് നടന്നിരുന്ന ഒരാളെ ഒരുപക്ഷെ ആ കാലത്തൊക്കെ വളരെ ആധികാരികമായും ഔദ്യോഗികമായിട്ടൊക്കെ പല ആളുകളും വീക്ഷിച്ചിട്ടുണ്ടാകാം. അത്തരത്തിലൊരു പരിവേഷം പോറ്റിക്കുണ്ടാക്കി കൊടുത്ത ആളുകളാണ് പോറ്റിയെടുത്ത ഫോട്ടോൻ്റെ കണക്കും പറഞ്ഞ് തങ്ങളെ തടി തപ്പാം എന്ന് വ്യാമോഹിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഈ കോടതിയെ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇത് ഈ സ്വർണ്ണപ്പാളി അതുപോലെ തന്നെ പിന്നെ അതുമായി ബന്ധപ്പെട്ട ദ്വാരപാലക ശില്പമൊന്നും മാത്രമല്ല. ഇവിടെ പിന്നെ ഈ പറഞ്ഞ രാശി പ്ലേറ്റ് പോയിട്ടുണ്ട്, ശിവന്റെ വിഗ്രഹം പോയിട്ടുണ്ട്, ദശരഥ പ്ലേറ്റ് പോയിട്ടുണ്ട്, വ്യാളി രൂപം പോയിട്ടുണ്ട്, സ്വർണം പൂശിയ വാതിലിൻ്റെ ഫ്രെയിം പോയിട്ടുണ്ട്. ഇതൊക്കെ അടപടലം അടിച്ചു മാറ്റി കൊണ്ടുപോവുകയാണ്. സർക്കാർ ഇതിനൊക്കെ ഉത്തരവിടുന്നു, നിയമം ഇറക്കുന്നു, പുതിയ ഓർഡിനൻസ് ഇറക്കുന്നു, ജിയോ ഇറക്കുന്നു. ഇതൊക്കെ ചെയ്ത് ഈ പറഞ്ഞ ആളുകളൊക്കെ അകത്തായിട്ട് ഇങ്ങനെയൊക്കെയാണോ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത്? ഇപ്പോഴും പറയുകയാണ് പത്മകുമാറിനെതിരെ നാളെ ഇനി കോടതി 5 കൊല്ലം കഴിഞ്ഞൊരു ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അയാൾ കുറ്റക്കാരനാവുള്ളൂ, അതുവരെ ഞങ്ങൾ നടപടിയെടുക്കില്ല എന്നുള്ളതാണ് ഇവരുടെ ലൈൻ. CPM-കാരാണെങ്കിൽ ഏത് കുറ്റാരോപണം ഉണ്ടായാലും അത് തെളിഞ്ഞ് ഒരു തീരുമാനമാവുന്നവരെ അവർ നിരപരാധിയാണ് എന്ന് പറയും. വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്കെതിരെ ഏതെങ്കിലും മുഷിഞ്ഞ വിശ്വാസയോഗ്യമല്ലാത്ത കോണിൽ നിന്നവരെ ആരെങ്കിലും ശബ്ദിച്ചാൽ ഉടനെ രാജിയും ഉടനെ കോർട്ട് മാർഷലൊക്കെ ആവശ്യപ്പെട്ട് ഇവർ രംഗത്ത് വരും. എന്തൊരു അവസരവാദപരമായ ഒരു പാർട്ടിയാണ് CPM എന്ന് ഇതൊക്കെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. ഹൈക്കോടതിയുടെ മറ്റൊരു പിന്നെ പരാമർശം അഭിലാഷ് ശ്രദ്ധിക്കണം. അതായത് ഈ പറഞ്ഞ പത്മകുമാറിന് മാത്രമല്ല, വിജയകുമാറിനും ശങ്കർദാസിനും ഒക്കെ ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഇവര് ഇനി ആരാണ് ഇവർക്ക് ഈ പിന്നെ ഇവരെയൊക്കെ ശുദ്ധികലശം നടത്തിയിട്ടുള്ള തിട്ടൂരം എവിടുന്ന് കിട്ടുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ഇവരെയൊക്കെ ഇനി കുറ്റവാളിയായിട്ട് കോടതി പ്രഖ്യാപിക്കാൻ പോണത്? എന്ത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള കോൺട്രഡിക്ടറി ആണ് ഇവരുടെ മുഴുവൻ വാദങ്ങളും എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഇതൊക്കെ ഏതായാലും കാണുന്ന പ്രേക്ഷകർ വളരെ കൃത്യമായിട്ട് വിലയിരുത്തിക്കൊള്ളുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏക ആശ്വാസം. ഇവിടെ ഈ പറഞ്ഞ പോറ്റി എടുത്ത ഫോട്ടോയെ ചുറ്റിപ്പറ്റി ഈ മഹാക്രൈമുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കളയാം, ജനങ്ങളെ അത് വിശ്വസിപ്പിക്കാം എന്നൊക്കെ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഉത്സാഹികളായ PR ഏജൻസികളൊക്കെ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ കേരള മുഖ്യമന്ത്രി അതൊക്കെ വായിച്ചത് വലിയൊരു തെളിവായിട്ടൊക്കെ ഉരുട്ടിക്കൊണ്ട് വരുമ്പോൾ അദ്ദേഹം സ്വയം അപഹാസ്യനാവുകയാണ് എന്നുള്ളതാണ്. പത്മകുമാറിനെതിരെ നടപടിയെടുത്തിട്ട് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തിട്ട് മുഖ്യമന്ത്രി ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയാണെങ്കിൽ പിന്നെയും ആളുകൾക്കൊരു ഏതെങ്കിലും തരത്തിൽ അതിനോടൊരു സമീപിക്കാനെങ്കിലും ഒരു മനസ്സ് തോന്നും. ഇതൊന്നും ഇല്ലാതെ ഇത്തരത്തിലൊക്കെ പെരുമാറുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന കൃത്യങ്ങൾ വളരെ കൃത്യമായിട്ട് ജനം വിലയിരുത്തുന്നുണ്ട്. SIT അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഏതായാലും പോറ്റിയെടുത്ത ഡസൻ കണക്കിന് CPM നേതാക്കൾക്കൊപ്പമുള്ള ഫോട്ടോകളുണ്ട്. അപ്പൊ ആ ഫോട്ടോയിലൊക്കെ വന്നിരുന്ന് പോറ്റിക്ക് മുമ്പിൽ വിനീതഭാവത്തോടിരിക്കുന്ന ദേവസ്വം മന്ത്രിയുടെ പടത്തെക്കുറിച്ചൊക്കെ എന്താ ഇവർക്ക് പറയാനുള്ളത്? പടം പിടിക്കുക എന്നുള്ളത് ഇന്ന് ലോകമെങ്ങും എവിടെയും കയറി എന്തുമാകാം, പടം പിടിക്കാൻ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അഹങ്കാരി എന്ന് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് ഇവര് ഈ ഫോട്ടോയിൽ കാര്യമില്ല എന്നുള്ളതാണ് ആകെ തുക.